പുരാതന ഭാരതത്തിൽ ജീവിച്ചിരുന്ന മഹാപണ്ഡിതനായിരുന്ന ആചാര്യ ചാണക്യന്റെ തന്ത്രജ്ഞാനത്തിൽ നിന്ന് പ്രചോദനമുൾക്കൊണ്ട് ഒരു ബന്ധം ബന്ധനമാകാതെ സ്നേഹത്തിന്റെ മനോഹരമായ ഒഴുക്കിൽ വളർന്നു പന്തലിക്കാൻ സഹായിക്കുന്ന 10 ആശയങ്ങളാണ് വില്ലേജ് ലൈറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശകലനം ചെയ്യുന്നത്. നിന്റെ ഇണയുടെ ഹൃദയം ഒരു പുഷ്പമാണ്. നിന്റെ ബഹുമാനത്തിന്റെ വെളിച്ചവും വെള്ളവും നൽകുമ്പോൾ അത് വർണ്ണശോഭയോടെ വിരിയുന്നു. ബഹുമാനം വെറും വാക്കല്ല, അത് നിന്റെ തുണയുടെ സ്വപ്നങ്ങൾ, ചെറിയ ആഗ്രഹങ്ങൾ, അല്ലെങ്കിൽ അവർ പങ്കുവയ്ക്കാത്ത നിശബ്ദതയിലെ വികാരങ്ങൾ മനസ്സിലാക്കുന്ന കലയാണ്. ഒരു വൈകുന്നേരം നിന്റെ പങ്കാളി ഒരു ചെറിയ വിജയം, സന്തോഷം പങ്കുവയ്ക്കുമ്പോൾ, ഒരു പുതിയ ജോലി, ഒരു ഹോബിയിലെ പുരോഗതി, മുഴുവൻ ഹൃദയത്തോടെ കേൾക്കുക. ഈ ശ്രദ്ധ ഒരു പുഷ്പത്തിന് വെള്ളം തളിക്കുന്നതിന് തുല്യമാണ്. ചാണക്യന്റെ ജ്ഞാനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ഒരാളെ ആദരിക്കുന്നത് അവരുടെ ഹൃദയത്തിന്റെ വാതിൽ തുറക്കുന്നു. ഒരു നിമിഷം ആലോചിക്കൂ, നിന്റെ ഇണയുടെ ഒരു ചെറിയ ആഗ്രഹം നിനക്കെപ്പോഴാണ് അവസാനമായി മനസ്സിലായത്? ഒരു കപ്പ് ചായയ്ക്ക് മുന്നിൽ അവർ പറയുന്ന ഒരു കഥയിൽ അവരുടെ കണ്ണുകളിലെ തിളക്കം ശ്രദ്ധിക്കൂ. ഈ കൊച്ചു നിമിഷങ്ങൾ ബന്ധത്തെ ഒരു വസന്തകാല തോട്ടമാക്കി എല്ലാ ദിവസവും പുതിയ നിറങ്ങൾ നൽകുന്നു. നിന്റെ വാക്കുകൾ ഒരു പുഴയാണ്. ഹൃദയങ്ങളെ ബന്ധിപ്പിക്കുന്ന സുതാര്യവും ശാന്തവുമായ ഒഴുക്ക്, സത്യസന്ധവും ഹൃദയസ്പർശിയുമായ സംഭാഷണങ്ങൾ ബന്ധത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുന്നു. ഒരു ശാന്തമായ സന്ധ്യയിൽ നിന്റെ മനസ്സിൽ എന്താണ് എന്ന് ചോദിച്ച് ഒരു കപ്പ് കാപ്പിയുമായി ഇരിക്കൂ. ഈ ചോദ്യം ഒരു പാലം പണിയുന്നത് പോലെ നിന്റെ തുണയെ നിന്റെ ഹൃദയത്തോട് അടുപ്പിക്കും. ചാണക്യൻ പറഞ്ഞു, വാക്കുകൾ ഒരു മന്ത്രമാണ്. അവ ശരിയായി ഉപയോഗിച്ചാൽ മനസ്സുകളെ ഒന്നിപ്പിക്കും. പക്ഷെ ശ്രദ്ധിക്കൂ, വിമർശനമോ അമിത ആവശ്യങ്ങളോ ഈ പുഴയെ കലുഷിതമാക്കും. ഒരു വാദത്തിനിടയിൽ നിന്റെ ഈ പെരുമാറ്റം എന്തിനാണ് എന്ന് പറയുന്നതിനു പകരം നീ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് ചോദിക്കൂ. ഈ മാറ്റം ഒരു കല്ലെടുത്തു മാറ്റി പുഴയെ വീണ്ടും ഒഴുകാൻ അനുവദിക്കുന്നത് പോലെയാണ്. നിന്റെ ഇണയോടൊരു മനോഹരമായ ഗാനം പോലെ സ്നേഹത്തോടെ സംസാരിക്കൂ. അത് ബന്ധത്തെ ഒരു നദിയുടെ ഒഴുക്കുപോലെ സ്വച്ഛന്തമാക്കും. നിന്റെ പങ്കാളിക്ക് അവരുടെ ആകാശത്ത് പറക്കാൻ ചിറകുകൾ നൽകൂ. സ്വതന്ത്രമായ മനസ്സാണ് ഏറ്റവും അടുത്ത് തിരിച്ചു വരുന്നത്. ഒരു ബന്ധം ഒരു കൂടല്ല, മറിച്ച് ഒരു വിശാലമായ മേഘമാണ്. അവിടെ ഇരുവർക്കും അവരുടെ പാത തിരഞ്ഞെടുക്കാം. നിന്റെ തുണ ഒരു പുസ്തകം വായിക്കാനോ, സുഹൃത്തുക്കളോട് സമയം ചിലവഴിക്കാനോ, ഒറ്റയ്ക്ക് ഒരു നടത്തമോ തിരഞ്ഞെടുക്കുമ്പോൾ അത് ബന്ധത്തെ അകറ്റുന്നില്ല, മറിച്ച് അവരുടെ വ്യക്തിത്വത്തിന്റെ പുതിയ നിറങ്ങൾ ബന്ധത്തിന് സമ്മാനിക്കുകയാണ് ചെയ്യുന്നത്. ചാണക്യന്റെ വാക്കുകൾ ഓർക്കൂ, അമിത നിയന്ത്രണം സ്നേഹത്തിന്റെ ശത്രുവാണ്. ഒരു ദിവസം നിന്റെ ഇണ ഒരു പുതിയ ഹോബി പരീക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അത്ഭുതകരമാണ്, എനിക്കതിനെക്കുറിച്ച് കേൾക്കാൻ താല്പര്യമുണ്ട് എന്ന് പറയൂ. ഈ സ്വാതന്ത്ര്യം ഒരു പക്ഷിയെ ആകാശത്തേക്ക് വിടുന്നത് പോലെ അവരെ നിന്റെ അടുത്തേക്ക് തിരിച്ചു കൊണ്ടുവരും. പുതിയ കഥകളുമായി ബന്ധത്തെ കൂടുതൽ സമ്പുഷ്ടമാക്കി മാറ്റും. വിശ്വാസം ഒരു ദീപമാണ്. അതിന്റെ വെളിച്ചം ബന്ധത്തിന്റെ ഇരുണ്ട കോണുകളെ പ്രകാശിപ്പിക്കുന്നു. ഒരു നിമിഷം നിന്റെ ഇണയോട് നിന്റെ ഏറ്റവും ആഴമേറിയ ഭയമോ സ്വപ്നമോ പങ്കുവയ്ക്കൂ. ഈ സത്യസന്ധത ദീപത്തിന്റെ തിരി ജ്വലിപ്പിക്കും. ചാണക്യന്റെ ജ്ഞാനം പറയുന്നു, വിശ്വാസമാണ് സ്നേഹത്തിന്റെ ആത്മാവെന്ന്. സംശയത്തിന്റെ ചെറിയ നിഴലുകൾ പോലും ഈ വെളിച്ചത്തെ മങ്ങലേൽപ്പിക്കും. ഒരു ദിവസം നിന്റെ പങ്കാളി അവരുടെ ഒരു ആശങ്ക പങ്കുവയ്ക്കുമ്പോൾ നിന്റെ കൂടെ ഞാനുണ്ട് എന്ന് പറഞ്ഞ് അവരുടെ കൈ പിടിക്കൂ. ഈ വാഗ്ദാനം ഒരു ദീപത്തിന്റെ തിളക്കം പോലെ ബന്ധത്തെ ഏറ്റവും പ്രകാശമാനമാക്കും. ഒരു സന്ധ്യയിൽ നിന്റെ തുണയോട് നിന്റെ ഏറ്റവും വലിയ സ്വപ്നം എന്താണ് എന്ന് ചോദിക്കൂ. ഈ ചോദ്യം ഒരു വാതിൽ തുറക്കുന്നത് പോലെ വിശ്വാസത്തിന്റെ പാത തെളിക്കും. ഈ ദീപം എല്ലാ ദിവസവും കാത്തു സൂക്ഷിക്കൂ. അത് നിന്റെ ബന്ധത്തെ എന്നും തിളക്കമുള്ളതാക്കും. ഒരുമിച്ചുള്ള നിമിഷങ്ങൾ മുത്തുകൾ പോലെയാണ്. ഓരോന്നും ഒരു വിലമതിക്കാനാവാത്ത ഓർമ്മയായി മാറുന്നു. ഒരു ശനിയാഴ്ച വൈകുന്നേരം നിന്റെ ഇണയോടൊപ്പം ഒരു പഴയ സിനിമ കാണുക, ഒരു തമാശ പങ്കുവയ്ക്കുക, അല്ലെങ്കിൽ ഒരു നടത്തത്തിനിടയിൽ ഒരു പുഴയുടെ ശബ്ദം കേൾക്കുക.
ഈ നിമിഷങ്ങൾ ബന്ധത്തിന്റെ ഹൃദയത്തിൽ താളം ചേർക്കുന്നു. ചാണക്യൻ പറഞ്ഞു, സമയമാണ് ഏറ്റവും വലിയ ശില്പി. പക്ഷെ ഈ സമയം ചിലപ്പോൾ ഒരു ഭാരമാകാതിരിക്കാൻ നിന്റെ തുണയ്ക്ക് അവരുടെ വ്യക്തിഗത ഇഷ്ടങ്ങൾക്ക് ഇടം നൽകൂ. ഒരു ദിവസം നിന്റെ പങ്കാളി എനിക്കിന്ന് ഒറ്റയ്ക്ക് കുറച്ചു സമയം വേണം എന്ന് പറഞ്ഞാൽ അത് ആദരിക്കൂ. അവർ ഒരു പുസ്തകവുമായോ ഒരു ഹോബിയുമായോ ചെലവഴിക്കുന്ന സമയം ബന്ധത്തിന് പുതിയ ശ്വാസം നൽകും. ഈ സന്തുലനം ഒരു മുത്തിന്റെ തിളക്കം പോലെ ബന്ധത്തെ കൂടുതൽ മനോഹരമാക്കും. നിന്റെ തുണയെ ഒരിക്കലും കൈവശപ്പെടുത്താൻ ശ്രമിക്കരുത്. സ്നേഹം ഒരു മലർവാടിയാണ്, സ്വതന്ത്രമായി വളരുമ്പോൾ മാത്രം തഴച്ചു വളരുന്നു. ചാണക്യന്റെ തന്ത്രം ഓർമ്മിപ്പിക്കുന്നു, അമിത ഉടമസ്ഥത സ്നേഹത്തിന്റെ വിഷമാണ്. നിന്റെ പങ്കാളി ഒരു പുതിയ ഹോബി പരീക്ഷിക്കാൻ തീരുമാനിച്ചാൽ, അല്ലെങ്കിൽ ഒറ്റയ്ക്കൊരു യാത്ര പോകാൻ ആഗ്രഹിച്ചാൽ, അതിനെ ഒരു അവസരമായി കാണൂ. നിന്റെ ഈ പുതിയ താല്പര്യം എന്നെ ആകർഷിക്കുന്നു എന്ന് പറയൂ. ഈ സ്വാതന്ത്ര്യം ഒരു പൂവിനെ കാറ്റിൽ പറക്കാൻ അനുവദിക്കുന്നത് പോലെ അവർ തിരിച്ചു വരുമ്പോൾ പുതിയ സുഗന്ധവും കഥയും ബന്ധത്തിന് പകരും. ഒരു നിമിഷം ആലോചിക്കൂ, നിന്റെ ഇണയുടെ സ്വന്തം പാതയെ നിനക്ക് എപ്പോഴാണ് അവസാനമായി ആദരിക്കുവാൻ കഴിഞ്ഞത്? ഈ ആദരവ് ബന്ധത്തെ ഒരു മനോഹരമായ പൂന്തോട്ടമാക്കി മാറ്റും. വിമർശനം ഒരു മഴത്തുള്ളിയാണ്. മിതമായി പെയ്താൽ ബന്ധത്തിന്റെ മണ്ണിനെ ഈർപ്പമുള്ളതാക്കും. അമിതമായാൽ അത് ഒഴുക്കിനാൽ തകർക്കും. ചാണക്യന്റെ വാക്കുകൾ ഒരു വാൾ പോലെയാണ്, ശ്രദ്ധയോടെ ഉപയോഗിക്കണം. നിന്റെ ഇണയുടെ ചെറിയ തെറ്റുകളെ വിമർശിക്കുന്നതിനു പകരം അവരുടെ ശക്തികളെ പ്രോത്സാഹിപ്പിക്കൂ. നിന്റെ ഈ കഴിവെന്നെ എപ്പോഴും അത്ഭുതപ്പെടുത്തുന്നു എന്ന് പറയുന്നത് നിന്റെ ഈ തെറ്റ് എന്തിനാണ് എന്നതിനേക്കാൾ ബന്ധത്തെ വളർത്തും. ഒരു ദിവസം നിന്റെ തുണ ഒരു തെറ്റ് ചെയ്താൽ ഒരാഴമുള്ള ശ്വാസം എടുത്ത് അവരുടെ നല്ല ഗുണങ്ങൾ ഓർക്കൂ. ഈ പ്രോത്സാഹനം ഒരു പുഷ്പത്തിന് വെളിച്ചം നൽകുന്നത് പോലെ ബന്ധത്തെ വിരിയിക്കും, ഓരോ നിമിഷവും മനോഹരമാക്കും. ക്ഷമ ഒരു നദിയാണ്, ഏറ്റവും കലുഷിതമായ ഹൃദയങ്ങളെ പോലും ശാന്തമാക്കുന്ന ഒഴുക്ക്. നിന്റെ പങ്കാളിയുടെ ചെറിയ തെറ്റുകൾ, ഒരു വാദത്തിന്റെ ചൂട്, അല്ലെങ്കിൽ ഒരു നിശബ്ദമായ നിമിഷം, ഇവയെ ക്ഷമയോടെ സമീപിക്കൂ. ചാണക്യൻ പറഞ്ഞു, ക്ഷമയാണ് ഏറ്റവും വലിയ ശക്തിയെന്ന്. ഒരു വാദത്തിനിടയിൽ ഈ നിമിഷം എന്താണ് പ്രധാനമെന്ന് ചിന്തിക്കൂ. ഒരു ദിവസം നിന്റെ തുണ ഒരു തെറ്റ് ചെയ്താൽ ഒരു ആഴമായ ശ്വാസം എടുത്ത് ശാന്തമായി അവരുടെ വികാരം മനസ്സിലാക്കാൻ ശ്രമിക്കൂ. ഈ ശാന്തത ഒരു നദിയുടെ ഒഴുക്ക് പോലെ ബന്ധത്തെ ഒരു ശാന്തമായ തടാകമാക്കി സ്നേഹത്തിന്റെ ആഴം വർദ്ധിപ്പിക്കും. അതിരുകൾ ഒരു ഗാനത്തിന്റെ ഈണമാണ്, ബന്ധത്തിന് താളവും ലയവും നൽകുന്നു. എനിക്ക് ഈ സമയം ഒറ്റയ്ക്ക് വേണം എന്ന് നിന്റെ ഇണ പറയുമ്പോൾ അതിനെ ഒരു അകൽച്ചയായി കാണാതെ അവരുടെ മനസ്സിന്റെ സ്വാതന്ത്ര്യമായി കാണൂ. ചാണക്യന്റെ ജ്ഞാനം നിയന്ത്രണമാണ് സന്തുലനത്തിന്റെ കല എന്ന് പറയുന്നു. ഒരു സന്ധ്യയിൽ നമുക്ക് എന്താണ് പ്രധാനം എന്ന് ഒരുമിച്ച് ചർച്ച ചെയ്യൂ. ഒരു ഫോൺ കോൾ ഒഴിവാക്കാമോ, അല്ലെങ്കിൽ ഒരു ദിവസം വ്യക്തിഗത ഇടം വേണോ? ഈ പരസ്പര അംഗീകാരം ബന്ധത്തെ ഒരു മനോഹര ഗാനമാക്കി ഹൃദയങ്ങളെ ഒന്നിപ്പിക്കും. വൈകാരിക പിന്തുണ ഒരു വൃക്ഷത്തിന്റെ വേരുപോലെയാണ്, ഏറ്റവും വലിയ കൊടുങ്കാറ്റിലും ബന്ധത്തെ ഉറപ്പിച്ചു നിർത്തുന്ന ശക്തി. നിന്റെ തുണ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ നിന്റെ കൂടെ ഞാൻ ഉണ്ട് എന്ന് പറയൂ. ഈ വാക്കുകൾ ഒരു മലയുടെ ശക്തി നൽകും. ചാണക്യൻ പറഞ്ഞു, സ്നേഹത്തിന്റെ ശക്തി പിന്തുണയിലാണ്. ഒരു ദിവസം നിന്റെ പങ്കാളിയുടെ കണ്ണുകളിൽ ഒരാശങ്ക കാണുമ്പോൾ നിന്റെ ഫോൺ മാറ്റിവെച്ച് അവരെ കേൾക്കുവാൻ ഒരു നിമിഷം എടുക്കൂ. ഈ തുണ ഒരു വൻമരത്തിന്റെ വേര് പോലെ ബന്ധത്തെ ഏത് കാലാവസ്ഥയെയും അതിജീവിക്കുവാൻ പ്രാപ്തമാക്കും. വില്ലേജ് ലൈറ്റിന്റെ ഈ എപ്പിസോഡ് ഏവർക്കും പ്രയോജനപ്രദമായി തീർന്നു എന്ന് കരുതുന്നു. വീഡിയോ കണ്ട ഏവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.